ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 37. ശ്രീ ഭഗവാനുവാച: കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവഃ മഹാശനോ മഹാപാപ്മാ വിദ്യേനാമിഹ വൈരിണം. വിവർത്തനം. ശ്രീ ഭഗവാൻ പറഞ്ഞു: അല്ലയോ അർജുന, രജോ ഗുണവുമായുള്ള സമ്പർക്കത്തിൽ നിന്നുണ്ടായതും പിന്നീട് ക്രോധമായി തീരുന്നതുമായ കാമമാണിങ്ങനെ പ്രേരിപ്പിക്കുന്നത്. എല്ലാം നശിപ്പിക്കുന്ന ഈ മഹാപാപമാണ് ഇഹലോകത്തിലെ ശത്രു. ഭാവാർത്ഥം: ഒരു ജീവസത്ത ഭൗതിക സൃഷ്ടിയുമായി ബന്ധപ്പെടുമ്പോൾ രജോ ഗുണവുമായുള്ള സമ്പർക്കത്തിന്റെ ഫലമായി അവന്റെ ശാശ്വതമായ കൃഷ്ണപ്രേമം കാമമായി പരിണമിക്കുന്നു. പാല് പുളി രസത്തിന്റെ സമ്പർക്കത്താൽ തൈരായി മാറുന്നത് പോലെ കൃഷ്ണപ്രേമം കാമമായി മാറുന്നു. പൂർത്തീകരിക്കാത്ത കാമം ക്രോധമായും ക്രോധം മിഥ്യയായും മാറുന്നു. ഈ മായയാൽ ഭൗതിക സൃഷ്ടി നിലനിൽക്കുന്നു. കാമമാണ് ശുദ്ധ ജീവാത്മാക്കളെ ഭൗതിക ലോകത്തിൽ ബന്ധനസ്ഥരാക്കുന്നത്. ഇതുതന്നെയാണ് ജീവാത്മാവിന്റെ ഏറ്റവും വലിയ ശത്രുവും. ഗുണത്രയം ചിലപ്പോൾ ക്രോധമായും സദൃശങ്ങളായ മറ്റു ചില വികാരങ്ങളായും പ്രത്യക്ഷപ്പെടാം. തമോ ഗുണത്തിന്റെ വേറൊരു രൂപമാണ് ക്രോധം. തന്മൂലം രജോ ഗുണത്തിൽ നിന്ന് തമോ ഗുണത്തിലേക്ക് പതിക്കുന്നതിന് പകരം നാം നിർദ്ദിഷ്ട കർമാനുഷ്ഠാനങ്ങളിലൂടെ സത്വഗുണത്തിലേക്ക് ഉയരണം. അങ്ങനെയായാൽ ആത്മീയ ആസക്തിയിലൂടെ ക്രോധത്താൽ ഉണ്ടാകുന്ന നാശത്തിൽ നിന്ന് രക്ഷപ്പെടാം. പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ എപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ ആനന്ദത്തിനായി അനേകം രൂപവിസ്തരണങ്ങൾ കൈക്കൊള്ളുന്നു. ഈ ആത്മീയ അനുഭൂതിയുടെ ചെറുകണങ്ങളാണ് ജീവാത്മാക്കളെല്ലാം. അവർക്ക് ഭാഗികമായ സ്വാതന്ത്ര്യവുമുണ്ട്. ഭാഗികമായ ഈ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ സേവന മനോഭാവം ഇന്ദ്രിയ സുഖപ്രവണതയായി മാറും. ജീവാത്മാക്കൾ കാമത്തിന് വിധേയരാവുന്നത് അപ്പോഴാണ്. ബദ്ധരായ ജീവാത്മാക്കളുടെ ഈ കാമപ്രവണതകളെ സബലമാക്കി തീർക്കാൻ വേണ്ടിയാണ് പരമദിവ്യോത്തമ പുരുഷൻ ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചത്. ഇവിടെ നിരന്തരം കാമപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ഇച്ഛാഭംഗം സംഭവിക്കുമ്പോൾ ജീവാത്മാക്കൾ തങ്ങളുടെ മൂലസ്വരൂപത്തെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങുന്നു. അഥാതോ ബ്രഹ്മജിജ്ഞാസ. ഈ അന്വേഷണമാണ് വേദാന്ത സൂത്രങ്ങളുടെ തുടക്കം. അതായത് ഓരോരുത്തരും പരമോന്നത ഭഗവാനെക്കുറിച്ച് അന്വേഷിക്കണം എന്നർത്ഥം. ഈ പരമപുരുഷനെ ശ്രീമദ് ഭാഗവതത്തിൽ വിവരിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ്: ജന്മാദ്യസ്യ യദോന്യയാ ദിദരദശ് ചാർത്ഥേഷ്വഭിജ്ഞ സ്വരാട്. അതായത് എല്ലാറ്റിൻ്റെയും ഉറവിടം പരബ്രഹ്മമാണെന്നർത്ഥം. അതുകൊണ്ട് കാമത്തിന്റെ ഉത്പത്തിയും അതേ പരമപുരുഷൻ തന്നെ. കാമത്തെ പരമപുരുഷനോടുള്ള പ്രേമമാക്കി മാറ്റിയാൽ, അതായത് കൃഷ്ണാവബോധമാക്കി മാറ്റിയാൽ, എല്ലാം കൃഷ്ണസേവനത്തിനു വേണ്ടി ആഗ്രഹിച്ചാൽ കാമവും ക്രോധവും ആത്മീയവത്കരിക്കാം. ശ്രീരാമന്റെ ഉറ്റ സേവകനായ ഹനുമാൻ രാവണന്റെ കനകനഗരം ഭസ്മമാക്കി സ്വന്തം ക്രോധത്തെ പ്രകടിപ്പിച്ചു. അങ്ങനെ ചെയ്തതുകൊണ്ട് ഹനുമാൻ ഭഗവാന്റെ ഉത്തമ ഭക്തനായി തീരുകയാണ് ചെയ്തത്. ഇവിടെ തന്റെ സംപ്രീതിക്കു വേണ്ടി ശത്രുക്കളിൽ ക്രോധത്തെ പ്രയോഗിക്കുവാനാണ് ഭഗവാൻ അർജുനനെ പ്രേരിപ്പിക്കുന്നത്. കാമവും ക്രോധവും കൃഷ്ണസേവനത്തിനു വേണ്ടി വിനിയോഗിച്ചാൽ അവ നമ്മുടെ ശത്രുക്കളായി ഭവിക്കുന്നതിനു പകരം മിത്രങ്ങളായി തീരുക തന്നെ ചെയ്യും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.